മധ്യസ്ഥ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ഹക്കീം ഫൈസിയെ വീണ്ടും ജനറൽ സെക്രട്ടറിയാക്കിയതിനാൽ സിഐസിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചെന്നും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സമസ്തയിലെ തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രത്യേക മുശാവറ ചേരും. ആ വിഷയത്തിനെ സംബന്ധിച്ച് അടുത്ത 15 ദിവസത്തിൻ്റെ 10 ദിവസത്തിനുള്ളിൽ രണ്ടാമത് മുശാവറയെന്ന് തീരുമാനിക്കുന്നു. CIC പ്രശ്നം അത് മധ്യസ്ഥന്മാരെടുത്ത 9 തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ അവർ അംഗീകരിക്കണം. ഒന്ന്, അത് അംഗീകരിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലും മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഹക്കീം ഫൈസിയെ രണ്ടാമത് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലും കൊണ്ട് ഹക്കീം ഫൈസി നൽകുന്ന CIC അല്ലെങ്കിൽ അദ്ദേഹം ഭാഗമാക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനമായിട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് യാതൊരു ബന്ധമില്ല. മുഹമ്മദ് അസ്ലം ഉണ്ട് വിവരങ്ങൾ നൽകാൻ. അസ്ലം, ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി? ഇന്നത്തെ തീരുമാനങ്ങൾ എന്താണ്? തർക്ക വിഷയങ്ങൾ പ്രത്യേകം ചർച്ചയ്ക്കെടുത്തില്ല. പകരം തർക്ക വിഷയങ്ങളിൽ വിശദമായി തന്നെ ചർച്ചകൾക്ക് വേണ്ടി 2 ആഴ്ചയ്ക്ക് വേണ്ടി പ്രത്യേക മുശാവറ യോഗം കൂടാനാണ് തീരുമാനിച്ചത്. സമസ്തയിലെ ലീഗ് അനുകൂലരും ലീഗ് വിരുദ്ധരും വ്യത്യസ്തമായി തന്നെ രേഖാമൂലം അവരുടെ പരാതികൾ ഉന്നയിച്ച് നൽകിയിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചാണ്. ഒന്ന്, ലീഗ് അനുകൂലികൾ ഉന്നയിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് ഉമർ ഫൈസി മുഖത്തിനെതിരെ നടപടിയെടുക്കുക, സുപ്രഭാതം വിഷയത്തിൽ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ്. ഇപ്പുറത്ത് അവരുടെ ഈ സമസ്ത ആദർശ സംരക്ഷണ വേദി രൂപീകരിച്ച ലീഗ് അനുകൂലിക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ലീഗ് വിരുദ്ധരും ആവശ്യപ്പെട്ടു. ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഈ തർക്ക വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ, വിശാലമായി ചർച്ച ചെയ്യാൻ മുശാവറ കൂടാൻ തീരുമാനിച്ചു. അതേസമയം സുപ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജ് എന്ന് പറയുന്ന CICയുമായിട്ടുള്ള പൂർണ്ണമായി ബന്ധം വെച്ചിരിക്കാൻ സമസ്ത മുശാവറ തീരുമാനമെടുത്തു എന്നുള്ളതാണ്. അതിന് കാരണമായി തന്നെ ജിഫ്രി തങ്ങൾ പറഞ്ഞ കാര്യം, നേരത്തെ ഉണ്ടായ മധ്യസ്ഥന്മാരുമായ ചർച്ചയിലുണ്ടായ 9 അംഗ കരാർ അത് പൂർണ്ണമായി തന്നെ CIC പാലിച്ചില്ല. സമസ്ത അംഗീകരിച്ചു, അതേസമയം CIC അംഗീകരിച്ചില്ല. മാത്രമല്ല, സമസ്ത പുറത്താക്കിയ ഹക്കീം ഫൈസി ആദർശേരിയെ വീണ്ടും ജനറൽ സെക്രട്ടറി ആക്കി. ഇതുകൊണ്ട് തന്നെ ഇനി സമസ്തയ്ക്ക് CICയുമായി ബന്ധമില്ലാതെ തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം മാത്രമല്ല, CICയുടെ പ്രസിഡന്റ് ചെയർമാൻ എന്ന് പറയുന്നത് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. സ്വാഭാവികമായും സമസ്ത ബന്ധം വിച്ഛേദിച്ച CICയുടെ തലപ്പത്ത് വീണ്ടും സാദിഖ് അലി ശിഹാബ് തങ്ങൾ എങ്ങനെ തുടരുമോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരുന്നു. ചുരുക്കത്തിൽ ലീഗുമായി ബന്ധപ്പെട്ട തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്തില്ലെങ്കിൽ പോലും ലീഗ് അധ്യക്ഷൻ കൂടിയായ സാദിഖ് അലി തങ്ങൾക്ക് ഒരു ചെക്ക് വയ്ക്കുക കൂടിയാണ് ശരിക്കും സമസ്ത ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ CICക്ക് ഈ ഹക്കീം ഫൈസി ആദർശേരിയെ മാറ്റിക്കൊണ്ടും അതോടൊപ്പം തന്നെ സമസ്ത അംഗീകരിച്ച അല്ലെങ്കിൽ സമസ്തയുമായുള്ള ചർച്ചയിലുണ്ടായ രൂപപ്പെട്ട 9 അംഗ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സാദിഖ് അലി തങ്ങൾക്ക് CICയുമായുള്ള ബന്ധം വിച്ഛേദിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സമസ്തയുമായിട്ടുള്ള തർക്കം രൂക്ഷമാവാൻ കാരണമാവുകയും ചെയ്യും. ചുരുക്കത്തിൽ ലീഗുമായുള്ള തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്തില്ലെങ്കിൽ പോലും ശരിക്കും സാദിഖ് അലി തങ്ങൾക്ക് കൃത്യമായി തന്നെ ഒരു സൂചന നൽകുന്ന, ഒരു സന്ദേശം നൽകുന്ന ഒരു കാര്യമാണ് ഇന്ന് സമസ്ത മുശാവറ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്രത്യേക മുശാവറ എന്നാണ് ചേരുക? തീയതി പറഞ്ഞില്ല, 2 ആഴ്ചയ്ക്കകം തരുന്നു. വളരെ വൈകാതെ തന്നെ ചേരുമെന്നാണ് പറഞ്ഞത്. അതായത് നിരവധി വിഷയങ്ങൾ നേരത്തെ ഉണ്ടായതൊക്കെ ആഭ്യന്തര പ്രശ്നങ്ങളായി പലതും പറഞ്ഞു പോയിരുന്നെങ്കിലും ഇപ്പോൾ അത് ചില വേദി രൂപീകരിച്ചുകൊണ്ട് 2 വിഭാഗങ്ങളായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒന്ന്, 2 മുശാവറയ്ക്ക് മുമ്പിൽ തന്നെ 2 കൂട്ടരും രേഖാമൂലം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് 2 പേരുടെയും വാദങ്ങൾ കൃത്യമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ അതിൽ ചർച്ച ചെയ്ത് ചില കാര്യങ്ങളിൽ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം സമസ്തയ്ക്കുണ്ടെന്ന് സമസ്ത മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തർക്ക വിഷയങ്ങൾ ഓരോന്നും എടുത്തുകൊണ്ട് തന്നെ പ്രത്യേകമായി തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. എന്തായാലും വൈകാതെ ആ തീയതിയും തീരുമാനിക്കും. അതുകൊണ്ട് വിശദമായ ചർച്ചകളിൽ ഉണ്ടാവും. ചില കാര്യങ്ങൾ കടുത്ത നിലപാടെടുക്കും എന്നുള്ള സൂചന തന്നെയാണ് ഇന്നത്തെ മുശാവറ യോഗവും അതിനുശേഷമുള്ള ജിഫ്രി തങ്ങളുടെ പ്രതികരണവും നൽകുന്നത്. ശരി, മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.